വീട്ടിൽ കയറി അനാവശ്യം പറയണം നായിന്റെ പോലെ. പ്രശ്നം ഉണ്ടാക്കാതെ കാശ് തരും. എടാ പൈസ 2 ആഴ്ച ഞാൻ തരാം. നിനക്ക് തരാനുള്ള പൈസ കൊച്ചിന്റെ അഡ്മിഷന് വേണ്ടിയാണ് എടുത്തത്. അതും കടം മേടിച്ചതാ. നിന്റെ കാര്യങ്ങളൊക്കെ നീ നടത്തുന്നുണ്ട്, കൊച്ചുങ്ങളുടെ കാര്യവും ഫീസിന്റെ കാര്യമൊക്കെ നടത്തുന്നുണ്ട്. എൻ്റെ കാശിന് മാത്രം ഒരു വിലയില്ല ഇല്ലേ? ഒരു കാര്യം ചെയ്യും, നല്ല സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവളെ ഇറക്കി വിടും. കാശങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ കയറി അനാവശ്യം പറയണം നായിന്റെ പോലെ. പ്രശ്നം ഉണ്ടാക്കാതെ ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വന്നേ. അയാൾ പറയുന്നൊക്കെ നമുക്ക് പറ്റൂ. എന്റെ പൊന്നു ചേട്ടാ, ഒരു 3 ആഴ്ചക്കകം ഞാനും ചേട്ടനോട് എങ്ങനെങ്കിലും ആ കാശ് ഒപ്പിച്ചു തരാം. ഒരു പെങ്കൊച്ച് വളർന്നു വരുന്നതാ. ഇവിടെ വന്ന് ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കല്ലേ. ചേട്ടനിപ്പോ പോവും. 2 ആഴ്ചക്കകത്ത് എന്റെ പണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയൊരു വരവോടെ വരും. ഡാ അപ്പോഴും കാണണം നിന്റെ ശൗര്യം കേട്ടാ. ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു 2 ആഴ്ചക്കകം എങ്ങനെയും കാശ് കൊടുക്കാമെന്ന്. എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ? എങ്ങനെ കൊടുക്കും 2 ആഴ്ചക്കകം പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അല്ല, ചേട്ടന് എങ്ങോട്ടാ കവറൊക്കെ ആയിട്ട്? ഞാൻ ഇവിടെ വരെ പോവാ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. വരുമ്പോഴേക്കെല്ലാം തീരുമാനമാവും. അച്ഛാ, എന്താ മോളെ? നാളെ സ്കൂൾ തുറക്കുക. പോയി വരുമ്പം ഒരു മുത്തുമാലയെങ്കിലും മേടിച്ചിട്ട് കേട്ടോ. രഞ്ജിത്തെ, നീ എന്താ ഇവിടെ? എന്താ കൃഷ്ണ ഇതുണ്ട്? ഞാൻ ഈ പ്ലാവേ നോക്കിയാ ഇത്രയോ കൊല്ലമായിട്ട് ഇരിക്കുന്നു. പക്ഷേ ഒരൊറ്റ ചക്കോലും പിടിച്ചിട്ടില്ല. പക്ഷെ വിളഞ്ഞ തടിയാ. അതെ. അല്ല, ചേട്ടൻ എവിടെ പോയായിരുന്നു? അറിഞ്ഞില്ലേ, ആ ശിവന്റെ മോള് പെണ്ണ് കെട്ടിത്തു. അയ്യോ, കൊച്ചു പെണ്ണല്ലേ? എന്ത് പറ്റി? എൻ്റെ 18-19 വയസ്സല്ലേ ഉള്ളൂ. കാലത്ത് വല്ലതും പറയാനുണ്ടോ? പെൺപിള്ളേരെ വളർത്തുന്ന കാര്യം. ഒരു പെൺകുഞ്ഞ് ജനിച്ച പിന്നെ മനസ്സിൽ തീയ. ആരാണ്ട് ആൺപിള്ളേരുമായിട്ട് പോയെന്നോ നമുക്ക് വല്ലതും അറിയാവോ? എന്തെല്ലാം ആളുകൾ പറഞ്ഞു വരുത്തും. ഏതായാലും കൊച്ചു പോയി. അല്ല, അപ്പൊ കൊച്ചിന്റെ തന്ത ശിവൻ അവൻ നാട്ടിലുണ്ടല്ലോ. ശിവനെ നിനക്കറിയത്തില്ലയോ? അവന് 365 ദിവസവും പണിയുണ്ട്. 4 അവൻ വീട്ടിൽ കൊടുക്കുമോ? ഫുൾ ടൈം ഷാപ്പിലല്ലയോ? അവൻ്റെ പെണ്ണ് അടുക്കളയ്ക്ക് നിന്നല്ലയോ ആ വീട് ഓടിച്ചുകൊണ്ട് പോകുന്നതും ആ പെണ്ണിനെ കൊച്ചിനെ പഠിപ്പിക്കുന്നതും. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, തന്തയുടെ ഒരു പരിരക്ഷണമില്ലെങ്കിലുണ്ടല്ലോ പെൺപിള്ളേർക്ക് ഈ അവസ്ഥയായിരിക്കും. ഇതിനകത്ത് കൂടെ ഞാൻ എങ്ങനെ അപ്പുറത്ത് പോകുന്നത്? രഞ്ജിത്തെ, പെൺപിള്ളേരുണ്ടായി കഴിഞ്ഞാൽ തന്തമാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നില്ലെങ്കിൽ ഇതുപോലെ വല്ല പരുന്തും കാലിലും പോകും കേട്ടോ. ശിവ ശിവ.